Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് പാരാഡിഗം സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1 വരുന്ന ടോപ്പിക് ആണ് സ്റ്റോറേജ് മാനേജ്മെന്റ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാറ്റിക് അലോക്കേഷൻ അതുപോലെ തന്നെ സ്റ്റാക്ക് അലോക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇതിൽ പറയാൻ പോകുന്നത് ഹീപ്പ് അലോക്കേഷൻ അതുപോലെ തന്നെ ഗാർബേജ് കളക്ഷൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ഹീപ്പ് അലോക്കേഷൻ ആണ്. എ ഹീപ്പ് ഈസ് എ റീജിയൻ ഓഫ് സ്റ്റോറേജ് ഇൻ വിച്ച് സബ് ബ്ലോക്സ് ക്യാൻ ബി അലോക്കേറ്റഡ് ആൻഡ് ഡി അലോക്കേറ്റഡ് അറ്റ് ആർബിട്രറി ടൈംസ്. അപ്പോൾ ഹീപ്പ് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണ്. അതായത് ഒരു റൺ ടൈം എൻവയോൺമെന്റ് ആണ്. അപ്പോൾ ഇവിടെ സബ് ബ്ലോക്സ് എന്ന് പറയുന്നത്, അതായത് സ്റ്റോറേജ് എന്ന് പറയുന്നത് അലോക്കേറ്റ് ചെയ്യണതും ഡിഅലോക്കേറ്റ് ചെയ്യണതും എങ്ങനെയാണ്? ഡൈനാമിക്കലി ആണ്, അതായത് ഡ്യൂറിങ് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഓക്കെ, ദെൻ എപ്പോഴൊക്കെയാണ് ഹീപ്പ് സ്റ്റോറേജ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്? ഹീപ്സ് ആർ റിക്വയർഡ് ഫോർ ദി ഡൈനാമിക്കലി അലോക്കേറ്റഡ് പീസസ് ഓഫ് ലിങ്ക്ഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. അതുപോലെ തന്നെ ഒബ്ജക്ട്സ് ലൈക്ക് ഫുള്ളി ജനറൽ ക്യാരക്ടർ സ്ട്രിംഗ്, ലിസ്റ്റ് ആൻഡ് സെറ്റ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? അതിന്റെ സൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? whose size may change as a result of an assignment statement or other update operation. Okay. Okay, ഇനി നമുക്ക് നോക്കേണ്ടത് strategies to manage space in a heap. അപ്പോൾ അതിൽ the principal concerns are speed and space. അതിൽ space concerns can be further subdivided into issues of internal and external fragmentation. അപ്പോൾ എന്താണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു ഹീപ്പ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സബ് ബ്ലോക്സിന് എന്ത് ചെയ്യണം? സബ് ബ്ലോക്സിന് ഹീപ്പ് സ്റ്റോറേജിലേക്ക് എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്യണം അല്ലേ? അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന് വേണ്ട അലോക്കേറ്റ് ചെയ്യാൻ വേണ്ട സ്പേസ് എന്ന് പറയുന്നത് ഹീപ്പിൽ ഉണ്ടായിരിക്കണം അല്ലേ? ഹീപ്പ് സ്റ്റോറേജിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ അലോക്കേഷൻ ഒക്കെ പോസിബിൾ ആവുന്നത് സ്റ്റോറേജ് മാനേജ്മെന്റ് അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് സബ് ബ്ലോക്സിന് എന്ത് ചെയ്യുന്നത്? അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഒരു അലോക്കേഷൻ റിക്വസ്റ്റ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യാണ്. അതായത് അലോക്കേഷൻ റിക്വസ്റ്റ് അയക്കുന്നു, ദെൻ സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ ബ്ലോക്സിനെ അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഷെയ്ഡഡ് ബ്ലോക്സ് ഉണ്ടല്ലോ, ഓക്കെ, ഇതിനെയാണ് എന്ന് പറയുന്നത് ദി ഷെയ്ഡഡ് ബ്ലോക്സ് ആർ ഇൻ യൂസ് അല്ലേ? അതായത് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ ഇവിടെ വരുന്ന ക്ലിയർ ബ്ലോക്സ് ഉണ്ടല്ലോ, വൈറ്റ് കളറുള്ളത്, ഇതാണ് എന്ത് പറയുന്നത്? ഫ്രീ ബ്ലോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അവിടെ അതൊന്നിനും യൂസ് ചെയ്യുന്നില്ല, ഷെയ്ഡ് ചെയ്ത പോർഷൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അതായത് അവിടെയാണ് സബ് ബ്ലോക്സിനെ എന്ത് ചെയ്തിട്ടുള്ളത്? അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കേണ്ടത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സബ് ബ്ലോക്സിന് എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ട സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കും? അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഒരു സബ് ബ്ലോക്ക് ആണ്. അതിനെ ഈ ഒരു ഫുൾ സ്പേസിലേക്കാണ് എന്ത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്? അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സ്പേസ് ആണ് അതിന് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള സ്പേസ് എന്ന് പറയുന്നത് എന്താ? യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്ന ഒരു ക്രോസ് ഹാച്ച്ഡ് സ്പേസ് ഉണ്ടല്ലോ, ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ വന്നതെന്ന് മനസ്സിലായല്ലോ. അതായത് സ്പേസ് കൂടുതലായിട്ട് വന്നു, ആവശ്യമുള്ള സ്പേസിനേക്കാളും കൂടുതലായിട്ട് വന്നു. അതാണ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കാണുന്ന ബാക്കിയുള്ള പോർഷൻ ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് വേറെ ഒന്നിനും പിന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് ക്രോസ് ഹാച്ച്ഡ് സ്പേസ് അറ്റ് ദി എൻഡ്സ് ഓഫ് ഇൻ യൂസ് ബ്ലോക്സ് റെപ്രസെന്റ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ. അതുപോലെ ദി ഡിസ്കണ്ടിന്യൂസ് ഫ്രീ ബ്ലോക്സ് ഇൻഡിക്കേറ്റ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ, ദെൻ വൈൽ there is more than enough total free space remaining to satisfy an allocation request of the illustrated size, no single remaining block is large enough. അപ്പോൾ ഇവിടെ കുറേ ഫ്രീ സ്പേസുകൾ ഉണ്ടല്ലേ. അപ്പോൾ വേറൊരു വലിയൊരു ബ്ലോക്ക് വന്നു വയ്ക്കുക, ഒരു സബ് ബ്ലോക്ക് കുറച്ചുകൊണ്ട് സൈസ് ഉള്ളത് വന്നു, അത്രയും സൈസ് ഉള്ളതിനെ അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രീ ആയുള്ള സ്പേസുകളെല്ലാം ഒരുമിച്ച് എടുത്തുകൊണ്ട് ഒരു ലാർജ് സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെയുള്ള ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് പിന്നെ ഒന്നിനും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, അതാണ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ,
ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇന്റേണൽ fragmentation occurs when a storage management algorithm allocates a block that is larger than required to hold a given object. അപ്പൊ എന്താവും? എക്സ്ട്രാ സ്പേസ് എന്ന് പറയുന്നത് എന്താവും? അൺയൂസ്ഡ് ആവും അല്ലേ? ദെൻ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. അപ്പൊ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ? അതായത് അൺയൂസ്ഡ് ബ്ലോക്സ് ഒക്കെ, അതായത് ആ സ്പേസ് ഒക്കെ എന്താ? ഫ്രീ സ്പേസ് ആണ് അല്ലേ? Then they are scattered through the heap in such a way that the remaining unused space is composed of multiple blocks. അപ്പോൾ ആ ബ്ലോക്സുകളെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ, അതായത് ആ ഫ്രീ ആയുള്ള ബ്ലോക്സുകളൊക്കെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്താ? ഒരു ലാർജ് ഫ്രീ സ്പേസ് കിട്ടും അല്ലേ? ബട്ട് നോ വൺ പീസ് ഓഫ് ഇറ്റ് മേ ബി ലാർജ് ഇനഫ് ടു സാറ്റിസ്ഫൈ സം ഫ്യൂച്ചർ റിക്വസ്റ്റ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് സ്റ്റോറേജ് മാനേജ്മെന്റ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ബ്ലോക്സ് അലോക്കേറ്റ് ചെയ്യണം നമുക്ക് നോക്കണം. എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡി അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, many storage management algorithms maintain a single linked list and the free list. അപ്പോൾ initially the list consists of a single block compressing the entire heap. അപ്പോൾ ഒരു റിക്വസ്റ്റ് വന്നു, അതായത് ഒരു അലോക്കേഷൻ റിക്വസ്റ്റ് വന്നു. റിക്വസ്റ്റ് വരുമ്പോൾ എന്താ ചെയ്യുക? At each allocation request, the algorithm searches the list for a block of appropriate size. അതിന് ആവശ്യമുള്ള സൈസ് എന്ത് ചെയ്യുന്നു? ലിസ്റ്റിൽ നോക്കും, ആ ബ്ലോക്ക് നോക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫിറ്റ് അൽഗോരിതം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? ഫസ്റ്റ് ബ്ലോക്ക്, അതായത് ലിസ്റ്റിലുള്ള ഫസ്റ്റ് ബ്ലോക്ക് ആയിരിക്കും സെലക്ട് ചെയ്യാം. സെലക്ട് ദി ഫസ്റ്റ് ബ്ലോക്ക് ഓൺ ദി ലിസ്റ്റ് ദാറ്റ് ഈസ് ലാർജ് ഇനഫ് ടു സാറ്റിസ്ഫൈ ദി റിക്വസ്റ്റ്. ഇനി ബെസ്റ്റ് ഫിറ്റ് ആണെങ്കിലോ അതിലെ സ്മോളസ്റ്റ് ബ്ലോക്ക് ആയിരിക്കും നോക്കുക. സെർച്ച് ദി എൻറ്റയർ ലിസ്റ്റ് ടു ഫൈൻഡ് ദി സ്മോളസ്റ്റ് ബ്ലോക്ക് ദാറ്റ് ഈസ് ലാർജ് ഇനഫ് ടു സാറ്റിസ്ഫൈ ദി റിക്വസ്റ്റ്. ഈ രണ്ട് കേസിലാണെങ്കിലും if the chosen block is significantly larger than required, അതായത് റിക്വസ്റ്റ് വന്നുള്ളതിനേക്കാളും കൂടുതലാണ് അതിന്റെ സൈസ് എന്ന് വെച്ചാൽ, സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലോക്കിന്റെ സൈസ് എന്ന് പറയുന്നത് റിക്വസ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു പോർഷനിൽ എന്ത് ചെയ്ത് കൊടുക്കും? ആ റിക്വസ്റ്റിനെ എന്ത് ചെയ്ത് കൊടുക്കും? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ബാക്കി പോർഷൻ എന്ന് പറയുന്നതാണ് ഫ്രീ ആണ് അല്ലെ? റിട്ടേൺ ദി അൺനീഡഡ് പോർഷൻ ടു ദി ഫ്രീ ലിസ്റ്റ് ആസ് എ സ്മോളർ ബ്ലോക്ക്. ഓക്കെ, ഫ്രീ ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു? അതിനെ റിട്ടേൺ ചെയ്യും. ഇനി അപ്പോൾ അൺനീഡഡ് പോർഷൻ എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് ഒരു ത്രെഷോൾഡ് വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരു മിനിമം ത്രെഷോൾഡ് വാല്യൂവിനേക്കാളും കുറവാണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്, ഈ വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അതായത് ഒരു ഫ്രീ ലിസ്റ്റിലേക്ക് അതിനെ റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള കേസ് വരുമ്പോൾ എന്ത് ചെയ്യും? ലീവ് ഇറ്റ് ഇൻ ദി അലോക്കേറ്റഡ് ബ്ലോക്ക് ആസ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ ഓക്കെ, അപ്പോൾ ബ്ലോക്ക് അലോക്കേഷന്റെ കേസ് പറഞ്ഞു. ഇനി നമുക്ക് ഡി അലോക്കേഷന്റെ കേസാണ് നോക്കേണ്ടത്. അപ്പോൾ ബ്ലോക്ക് നമ്മൾ ഡി അലോക്കേറ്റ് ചെയ്യാണ്. ഡി അലോക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അതെന്ന് പറയുന്നത് പിന്നെ റിട്ടേൺ ടു ദി ഫ്രീ ലിസ്റ്റ്. ഓക്കെ, when a block is deallocated and returned to the free list, then check to see whether either or both of the physically adjacent blocks are free. അപ്പോൾ രണ്ട് adjacent blocks എന്ന് പറയുന്നത് ഫ്രീ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് കമ്പൈൻ ചെയ്തിട്ട് ഒരു ലാർജ് ബ്ലോക്ക് ഫോം ചെയ്യുന്നു. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി നോക്കേണ്ടത് ഏത് അൽഗോരിതം ആണ് നല്ലതെന്നാണ്. അതായത് ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതം ഉണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് ഫിറ്റ് അൽഗോരിതം ഉണ്ട് അല്ലേ? അപ്പോൾ ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ് അതെന്ന് പറയുന്നത്? ഒരു റിക്വസ്റ്റിനനുസരിച്ച് എന്താ ഒരു ബ്ലോക്ക് എന്ത് ചെയ്യുന്നു? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫിറ്റ് അൽഗോരിതത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്ലോക്ക് തന്നെ എപ്പോഴും ലാർജ് ആണെന്നില്ലല്ലോ, ആ ഒരു കേസ് വരുന്നുണ്ട്. പക്ഷേ ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതത്തിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഫുൾ കംപ്ലീറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്, ഒരു എൻറ്റയർ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? സെർച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ കുറച്ചും കൂടെ എന്താണ്, കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതം എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. One would expect a best fit algorithm to do a better job of reserving large blocks for large requests. At the same time, it has higher allocation cost than a first fit algorithm because it must always search the entire list. And it tends to result in a large number of very small leftover blocks. Okay. അപ്പോൾ എന്ത് പറയാം? അതായത് ഫസ്റ്റ് ഫിറ്റ് ഓർ ബെസ്റ്റ് ഫിറ്റ് result in lower external fragmentation depends on the distribution of size request. Okay. Then
ഏതൊരു അൽഗോരിതം ആയാലും എന്തുണ്ടായിരിക്കും, അതിലൊരു സിംഗിൾ ഫ്രീ ലിസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ, അതായത് യൂസ് ചെയ്യാത്ത അൺയൂസ്ഡ് സ്പേസ് ഉള്ള ബ്ലോക്സിന്റെ എന്തുണ്ടായിരിക്കും, ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. ദി കോസ്റ്റ് ഓഫ് അലോക്കേഷൻ ഈസ് ലീനിയർ ഇൻ ദി നമ്പർ ഓഫ് ഫ്രീ ബ്ലോക്സ്. അപ്പൊ എന്ത് ചെയ്യണം, കോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. അപ്പൊ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ, സം സ്റ്റോറേജ് മാനേജ്മെന്റ് അൽഗോരിതം മെയിൻറ്റെയിൻ സെപ്പറേറ്റ് ഫ്രീ ലിസ്റ്റ് ഫോർ ബ്ലോക്സ് ഓഫ് ഡിഫറെന്റ് സൈസ്. അതായത് എല്ലാത്തിനും കൂടിയിട്ട് ഒരൊറ്റ ഫ്രീ ലിസ്റ്റ് അല്ലാതെ ഓരോ ബ്ലോക്സ് എന്ന് പറയുന്നതായിരിക്കും ഡിഫറെന്റ് സൈസ് ആയിരിക്കും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫ്രീ ലിസ്റ്റ് നോക്കുക. ഓക്കെ, അപ്പോ ഈച്ച് റിക്വസ്റ്റ് ഈസ് റൗണ്ടഡ് അപ് ടു ദി നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് സൈസ്. അതായത് at the cost of internal fragmentation and allocated from the appropriate list. അപ്പൊ എന്ത് ചെയ്യാണ് ഇവിടെ, ഹീപ്പ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യാണ്. ഹീപ്പ് ഈസ് ഡിവൈഡഡ് ഇൻടു പൂൾസ്, one for each standard size. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് മേ ബി സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് 2 common mechanisms for dynamic pool adjustment. അപ്പൊ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ദി ബഡ്ഡി സിസ്റ്റം, പിന്നെ ദി ഫിബൊനാച്ചി ഹീപ്പ്. ഓക്കെ, അപ്പൊ അതില് ബഡ്ഡി സിസ്റ്റത്തില് സ്റ്റാൻഡേർഡ് ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് പവേഴ്സ് ഓഫ് 2 ആണ്. അപ്പോ എ ബ്ലോക്ക് ഓഫ് സൈസ് 2k ഈസ് നീഡഡ്, പക്ഷെ അത് അവൈലബിൾ അല്ല. ദെൻ ബ്ലോക്ക് ഓഫ് സൈസ് 2k+1 ഈസ് സ്പ്ലിറ്റ് ഇൻടു 2. നേരത്തെ കേസ് പറഞ്ഞല്ലോ, അതിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ദ റിക്വസ്റ്റ്, അടുത്ത പാർട്ട് എന്ന് പറയുന്നത്, അടുത്ത ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രീ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്നു പറഞ്ഞു. അത് തന്നെയാണ് പറയുന്നത്. വൺ ഓഫ് ദി ഹാഫ് ഈസ് യൂസ് ടു സാറ്റിസ്ഫൈ ദ റിക്വസ്റ്റ്, ദി അതർ ഈസ് ബേസ്ഡ് ഓൺ ദി kth ഫ്രീ ലിസ്റ്റ്. ഓക്കെ, ഇനി ഈ ബ്ലോക്ക് എന്ത് ചെയ്യണം, ഡീഅലോക്കേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും, ഇറ്റ് ഈസ് കോലസ്ഡ് വിത്ത് ഇറ്റ്സ് ബഡ്ഡി. അതായത് നേരത്തെ കേസിൽ പറഞ്ഞിരുന്നു, അതായത് അഡ്ജസന്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫ്രീ ആണെങ്കിൽ എന്ത് ചെയ്യാം, അതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു ബ്ലോക്ക് ഫോം ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, അഡ്ജസന്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കണം അല്ലെ, ഇഫ് ദാറ്റ് ബഡ്ഡി ഈസ് ഫ്രീ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഫിബൊനാച്ചി ഹീപ്പ്. അതെന്ന് പറയുന്നത് ബഡ്ഡി സിസ്റ്റം പോലെ തന്നെയാണ്, സിമിലർ തന്നെയാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ എന്തായിരുന്നു, പവേഴ്സ് ഓഫ് 2 ആയിരുന്നു അല്ലെ. ഇവിടെ എന്ന് പറയുന്നത് യൂസ് ഫിബൊനാച്ചി നമ്പേഴ്സ് ഫോർ ദി സ്റ്റാൻഡേർഡ് സൈസ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്, ഈ അൽഗോരിതം എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്, but leads to slightly lower internal fragmentation because the Fibonacci sequence grows more slowly than 2k. Okay, ഇനി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ അല്ലെ, എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ അതിലൊരു പ്രോബ്ലം വരുന്നുണ്ട്. കാരണം എന്താ, അതായത് ബാക്കി വരുന്ന പോർഷൻസ്, അതായത് മിനിമം ത്രെഷോൾഡിനേക്കാളും കുറവായുള്ള പോർഷൻസ് ഒക്കെ പിന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഒരു ബ്ലോക്കിൽ തന്നെ, അതായത് ഫ്രീ ആയി നിൽക്കുന്ന ഒരു ബ്ലോക്ക് തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് വലിയൊരു ബ്ലോക്കായി മാറാനോ അല്ലെങ്കിൽ ആ സ്പേസ് എന്ന് പറയുന്നത് വേറെ ഒന്നിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനോ പറ്റില്ലായിരുന്നു അല്ലെ. അതാണ് പറയുന്നത്. The problem with external fragmentation is that the ability of the heap to satisfy request may degrade over time. To eliminate external fragmentation, എന്ത് ചെയ്യണം, prepare to combat heap by moving already allocated blocks. അപ്പോൾ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയുള്ള ഒരു ടാസ്ക് ആണ്. This task is complicated by the need to find and update all outstanding reference to a block that is being moved. Okay. Okay, ഇനി നമുക്ക് നോക്കേണ്ടത് what happens when the user no longer needs the heap allocated space. അതിൽ ഫസ്റ്റ് പറയുന്നത് മാനുവൽ ഡീഅലോക്കേഷൻ. ഓക്കെ, അതായത് യൂസറിന് ഫ്രീ അതുപോലെ തന്നെ ഡിലീറ്റ് എന്ന് പറയുന്ന കമാൻഡ് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാൻ പറ്റും ടു റിട്ടേൺ ദി സ്പേസ്. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഓട്ടോമാറ്റിക് ഡീഅലോക്കേഷൻ വിയ ഗാർബേജ് കളക്ഷൻ. അതിൽ ഗാർബേജ് കളക്ഷൻ നമുക്ക് പറയാം. ദെൻ സെമി ഓട്ടോമാറ്റിക് ഡീഅലോക്കേഷൻ യൂസിങ് ഡിസ്ട്രക്ടേഴ്സ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് we can run out of heap for at least 3 different reasons. അപ്പോൾ അത് എന്തൊക്കെയാണ്, അതിന്റെ സൊല്യൂഷൻ അതൊക്കെയാണ് നോക്കേണ്ടത്. സിമ്പിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് if there is not enough free space in total for the new request and all the currently allocated space is needed. അപ്പോൾ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, abort. ഓക്കെ, ഇനി നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് if we have several
non-contiguous free blocks, none of which are big enough for new request, but in total they are big enough. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്, എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ദിസ് ഈസ് കോൾഡ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ സിൻസ് ദി വേസ്റ്റഡ് സ്പേസ് ഈസ് ഔട്ട്സൈഡ്, അല്ലേ? അതായത് എക്സ്റ്റേണൽ ടു ഓൾ അലോക്കേറ്റഡ് ബ്ലോക്സ്. അപ്പോൾ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, കോമ്പാക്ടിഫൈ ചെയ്യുക, അതായത് ചുരുക്കുക. ഓക്കെ, then what if some of the allocated blocks are no longer accessible by the user but haven't been returned? അപ്പോൾ അതിന്റെ സൊല്യൂഷൻ ആണ് ഗാർബേജ് കളക്ഷൻ. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗാർബേജ് കളക്ഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഗാർബേജ് കളക്ഷൻ ആണ്. അപ്പോൾ എന്താണ് ഒരു ഗാർബേജ് കളക്ഷൻ അൽഗോരിതം ചെയ്യുന്നത്? അതായത് automatically deallocates heap storage when it is no longer needed. Okay, deallocate ചെയ്യുന്നു heap storage നെ. അപ്പോൾ there are two aspects to garbage collection. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് determining automatically what portion of heap allocated storage will not be used in the future. ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാത്ത പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു, ഡിറ്റർമിൻ ചെയ്യുന്നു. Then second എന്ന് പറയുന്നത് making this unneeded storage available for reuse. Okay, then automatic garbage collection remove all objects from the heap that are not accessible, അതായത് are not referenced. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് used in Lisp, Scheme, Prolog, Ada, Java and Haskell. അപ്പോൾ അതിൽ കുറച്ച് ഡിസഡ്വാൻറ്റേജ് വരുന്നുണ്ട് ഗാർബേജ് കളക്ഷനിൽ. അതായത് ഗാർബേജ് കളക്ടർ റൺ ചെയ്യുമ്പോൾ റണ്ണിങ് ടൈമിൽ മെഷീൻ റീസോഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡിസഡ്വാൻറ്റേജിൽ പറയുന്നത് ഗാർബേജ് കളക്ഷൻ ഓവർ ഹെഡ്, ബട്ട് ഗാർബേജ് കളക്ഷൻ അൽഗോരിതം എഫിഷ്യൻസി ഹാസ് ബീൻ ഇംപ്രൂവ്ഡ്. അതുപോലെ തന്നെ നോട്ട് ഓൾവേസ് സ്യൂട്ടബിൾ ഫോർ റിയൽ ടൈം പ്രോസസ്സിംഗ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇനി പറയുന്നത് കമ്പാരിസൺ ഓഫ് സ്റ്റോറേജ് അലോക്കേഷൻ ആണ്. അപ്പോൾ അത് ടെക്സ്റ്റിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക്, സ്റ്റാക്ക്, ഹീപ്പ്, അപ്പോൾ 3 അലോക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എളുപ്പമാണ്, പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അതായത് ഓരോ ലാംഗ്വേജിലും വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കമ്പാരിസൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ചെറിയൊരു പോർഷനാണ് കവർ ചെയ്തത്. അപ്പോൾ ഇന്നത്തോടു കൂടെ സ്റ്റോറേജ് മാനേജ്മെന്റ് എന്നുള്ള ടോപ്പിക് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഞാൻ താഴെയുള്ള കമൻസ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ പറയുന്ന കാര്യമാണ് അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ വേഗം എല്ലാ പോർഷനും കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത്. നമ്മൾ PP എല്ലാ മൊഡ്യൂളും അതിലെ എല്ലാ സിലബസിലുള്ള എല്ലാതും പോർഷൻസ് നമ്മൾ കവർ ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിൽ സപ്ലി എക്സാം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസ് ആകുമ്പോൾ സെപ്റ്റംബറിനുള്ളിലേക്ക് എല്ലാ മൊഡ്യൂളും കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം നോക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ലത് ഓരോ മൊഡ്യൂളിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കുകളിൽ, അതായത് മുന്നേ വന്നിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കുകൾ അത് പെട്ടെന്ന് എടുക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലതാവാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫുൾ സിലബസ് കവർ ചെയ്ത് വരുമ്പോൾ എന്തായാലും സെപ്റ്റംബർ ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. അങ്ങനെ വേണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ മൊഡ്യൂളിലെയും ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കുകളിൽ അല്ലെങ്കിൽ ടോപ്പിക്കുകൾ നിങ്ങൾ പറയാം. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കുകളാണ് ബുദ്ധിമുട്ട് തോന്നുന്നത് ഓരോ മൊഡ്യൂളിൽ നിന്ന്, അങ്ങനെയുള്ളതാവുമ്പോൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് അത് വേഗം പെട്ടെന്ന് അതിന്റെ ക്ലാസ് എടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ഫുൾ എന്തായാലും PP എല്ലാ മൊഡ്യൂളും എല്ലാ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും കവർ ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇങ്ങനൊരു സപ്ലി എക്സാം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് പെട്ടെന്ന് എല്ലാ മൊഡ്യൂളും അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെയുള്ള കേസ് ആകുമ്പോൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയൂ കേട്ടോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.